വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജെറുസലേമിലുള്ള കോട്ട പിടിച്ചടക്കുന്നതിനു വേണ്ടി യൂദയായിലുള്ള ജനങ്ങളെ മുഴുവൻ ജോനാഥൻ വിളിച്ചുകൂട്ടി. അവൻ ദെമേത്രിയോസ് രാജാവുമായി ഉടമ്പടി ഉണ്ടാക്കി. രാജാവ് അവൻ്റെ പ്രധാന പുരോഹിത സ്ഥാനവും മുൻപുണ്ടായിരുന്ന മറ്റ് ബഹുമതികളും സ്ഥിരീകരിക്കുകയും അവനെ തൻ്റെ പ്രമുഖ സ്നേഹിതന്മാരിൽ ഒരുവനായി പരിഗണിക്കുകയും ചെയ്തു. തൻ്റെ ഭരണത്തിൽ രാജ്യം ശാന്തമാണെന്നും തന്നോട് ആർക്കും എതിർപ്പില്ലെന്നും കണ്ട് ദെമേത്രിയോസ് രാജാവ് വിജാതീയ ദ്വീപുകളിൽ നിന്ന് ശേഖരിച്ച വിദേശ സേനയെ ഒഴികെ മറ്റു സേനാവിഭാഗങ്ങളെ അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചയച്ചു. മുൻകാലത്ത് അലക്സാണ്ടറിനെ തുണച്ചിരുന്ന ഒരുവനാണ് ട്രിഫോ. അവൻ അലക്സാണ്ടറിൻ്റെ കൊച്ചുമകൻ അന്ത്യോക്യസിനെ വളർത്തിയിരുന്ന അറബിയായ ഇമ്മാൽക്കുവയുടെ അടുത്ത് ചെന്ന് പിതാവിൻ്റെ സ്ഥാനത്ത് രാജാവാകേണ്ടതിന് അന്ത്യോക്യസിനെ വിട്ടുതരണമെന്ന് നിർബന്ധിച്ചു. ബാലനായ അന്ത്യോക്യസുമായി ട്രിഫോ തിരിച്ചെത്തി. അന്ത്യോക്യസ് കിരീടം ധരിച്ച് ഭരണം ആരംഭിച്ചു. ദെമേത്രിയോസ് പിരിച്ചുവിട്ട സേനകൾ അവൻ്റെ പക്ഷം ചേർന്നു. ദെമേത്രിയോസിനെതിരെ പൊരുതി ദെമേത്രിയോസ് പരാജിതനായി പലായനം ചെയ്തു. ട്രിഫോ ജോനാഥനെ പ്രധാന പുരോഹിതനായി സ്ഥിരീകരിക്കുകയും 4 പ്രവിശ്യകളുടെ ആധിപത്യം ഏൽപ്പിക്കുകയും രാജമിത്രങ്ങളിൽ ഒരാളായി പരിഗണിക്കുകയും ചെയ്തു. ജോനാഥൻ്റെ സഹോദരനായ ശെമയോനെ ടൈറിലെ ലാദർ മുതൽ ഈജിപ്തിൻ്റെ അതിർത്തികൾ വരെയുള്ള പ്രദേശങ്ങളുടെ അധിപനാക്കുകയും ചെയ്തു. തന്നെ അധികാരത്തിൽ നിന്ന് തുരത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് വലിയൊരു സൈന്യവുമായി ദെമേത്രിയോസിൻ്റെ സേനകൾ ഗലീലയിലെ കാദേശിൽ എത്തിയിട്ടുണ്ടെന്ന് ജോനാഥൻ കേട്ടു. ഗനസരറ്റ് തടാകത്തിനരികെ ജോനാഥനും സേനയും പാളയമടിച്ചു. അവിടെ വെച്ച് വിദേശീയ സൈന്യം അവനുമായി ഏറ്റുമുട്ടി. അപ്പോൾ പതിയിരുന്നവർ ഒളിസ്ഥലങ്ങളിൽ നിന്ന് വന്ന് യുദ്ധത്തിൽ ചേർന്നു. ജോനാഥനോടൊപ്പം സൈന്യാധിപരായ മത്താത്തിയാസും യൂദാസും ഒഴികെ എല്ലാവരും പലായനം ചെയ്തു. ജോനാഥൻ വസ്ത്രം കീറി തലയിൽ പൂഴി വിതറി പ്രാർത്ഥിച്ചു. അവൻ മടങ്ങിച്ചെന്ന് ശത്രുവിനോട് യുദ്ധം ചെയ്ത് അവരെ തുരത്തി. അനന്തരം ജോനാഥൻ ജെറുസലേമിലേക്ക് മടങ്ങി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.